ഈ മലയോര മേഖലയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടാന ആക്രമണം, മറ്റ് ശല്യങ്ങൾ, അതിനെക്കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു നമുക്ക്? 2017 200 കോടി രൂപ വനംവകുപ്പിന് കൈ കിട്ടി. ആ പൈസ ഒരു ആന കൊല്ലുന്ന മനുഷ്യന് നഷ്ടം കൊടുക്കാൻ മാത്രം മാറ്റി വെച്ചേക്കുക. അതുകൂടാണ്ട് ഇപ്പം നിലവിൽ UNDP ഫണ്ടായിട്ട് 915 കോടി രൂപ വനംവകുപ്പ് കൈപ്പറ്റിയിട്ടുണ്ട്. ഇവിടെ ജില്ലാ കളക്ടർ ഉത്തരവനുസരിച്ച് ശാന്തമ്പാറ SHO ഒരു ഉത്തരവ് ഇറക്കി. രാത്രി 8 മണി കഴിഞ്ഞ് യാത്ര പാടില്ല. ടൂറിസ്റ്റുകളെന്നാണ് പറഞ്ഞേക്കണേ. ടൂറിസ്റ്റാണോ അല്ലാത്തതാണോ എന്ന് അങ്ങനെ ID കാർഡ് വല്ലതും ടൂറിസ്റ്റുകൾക്ക് കൊടുത്തിട്ടുണ്ടോ? ഏല കൃഷിക്കാരുടെ ഭൂമിക്കകത്താണ് രാവും പകലും ആനിപ്പോൾ വസ്തു പോകുന്നിരിക്കുന്നത്. ഹൈറേഞ്ചിൽ കൈനി എന്ന് പറയുന്ന മരമുണ്ട്. അത് ഫോറസ്റ്റിന് അറിയുമെന്ന് അറിയത്തില്ല. അതിൻ്റെ കാ പറിച്ചിട്ട് ഈറ്റ വെട്ടി ഈറ്റയുടെ 2 ഹോളും ഇട്ടിട്ട് ഒരു കമ്പ് അതിനകത്തേക്ക് ഹോൾ ചെയ്തിട്ട് ഞങ്ങൾ വെടിവെച്ച് കളിക്കുമായിരുന്നു. ഏത് പിള്ളേർ. അതിന് അത്ര പോലും സംവിധാനം ഇല്ലാത്ത ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെ എന്താണ് ഞങ്ങൾ പറയേണ്ടത്? എൻ്റെ മണ്ണിനകത്ത് എനിക്ക് ജീവിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ എന്നെ ഉപദ്രവിക്കുന്ന വന്യജീവി എങ്ങനെ ഒതുക്കാതെ ഞാൻ നോക്കണ്ടേ? അത് ഞങ്ങളെ ആക്കി തീർക്കുവാണ് നിങ്ങൾ. ഈ സർക്കാർ ഞങ്ങളെ ആക്കി തീർക്കുക.